ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഒരാളെ ഇങ്ങനെ നോട്ട് ചെയ്യാണ് എന്നുവെച്ചാൽ എപ്പോഴും നമുക്ക് അതായിരിക്കുമല്ലോ. കാരണം വെച്ചാൽ ഇവിടെ നോട്ട് ചെയ്യാനല്ല, അല്ല ഞാൻ അമ്മയെ നോട്ട് ചെയ്യായിരുന്നു. അമ്മേ അത് അച്ഛനടുത്തിരിക്കുമ്പോഴോ. മലയാളികളുടെ അഭിമാനമായ ഒരു താരത്തെയാണ് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ വെള്ളം ഇറക്കിയിരിക്കാൻ ലാലേട്ടന്റെ ചായ ഉണ്ടോ? തോള് ചെരിച്ചപ്പോ തീരെ അല്ല മമ്മൂക്കയുടെ അവൻ ചെയ്ത ആ നടപ്പ് എങ്ങനെയുണ്ടായിരുന്നു? കലക്കിയില്ലേ? ഉണ്ണി അറിഞ്ഞൂടാ. നാണുണ്ടോ വിധു? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു വർഷമായിട്ട് കൂടെ ഇരുന്ന് പോയി. മിഥുൻ മാമൻ ഇനി അത് മാറൂല്ല മിഥുനെ. വീണു വീണു ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാമൻ മാറ്റി അങ്കിളിനാക്കാനെങ്കിലും പറ്റുമോ? വേണമെങ്കിൽ മാമാന്ന് വിളിക്കാം. മനസ്സിലായില്ല. വായിലുള്ള തുപ്പി കളഞ്ഞിട്ട് പറയൂ. പേരെന്താ? അമ്മുക്കുട്ടി. ഇംഗ്ലീഷിൽ പറയൂ. അമ്മുക്കുട്ടി. അയാളുടെ കയ്യിൽ ആകെ ഒരു ബ്ലേഡേ ഉള്ളൂ. അയാൾ എന്ത് അയാളുടെ കൈ മുറിക്കും. അപ്പൊ ചോര ഇങ്ങനെ ഇറ്റിറ്റായി മണ്ണിക്ക് വീഴും. അപ്പൊ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം കണ്ട് കപ്പലുണ്ടാക്കി അയാൾ പോവും. സേറയുടെ ഏറ്റവും വലിയ പ്രത്യേകത സേറയുടെ ശബ്ദം. ഒരു ചെറിയൊരു അടപ്പുള്ള ഒരു ശബ്ദമാണ്. അത് നല്ല ഈ നമ്മുടെ റാണി മുഖർജിയുടെ ഒക്കെ ശബ്ദം. ആ മോൾ ഒരിക്കലും വെള്ളത്തിന്റെ ബോട്ടിലൊന്നും ഒരിക്കലും അടപ്പ് പോലും വെക്കാറില്ല. എന്താ തൊണ്ടയിൽ അടപ്പുണ്ടല്ലോ ഓൾറെഡി. നമ്മളിപ്പോ ഒരു സങ്കടപ്പാട്ട് വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരാളെ ഓർത്ത് കരയാനുണ്ടാവും. വിധുവിന് ഇങ്ങനെ ഒരാളെ ഓർത്ത് കരയാൻ പറ്റും. എനിക്ക് ഓരോ വാക്കിലോ പക്ഷെ ചില സമയത്ത് ഉണ്ണിക്കുട്ടന്റെ പെരുമാറ്റത്തിനനുസരിച്ച് ടോൺ മാറും.